ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ് ഫസ്റ്റ്. പക്ഷെ ബാക്കി ഇതിൻ്റെ കൂടെ പാർട്ടായിട്ടാണോ ലോങ് ആണെങ്കിൽ നമുക്ക് പാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻട്രി കൊടുക്കുന്നത് റോട്ടിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഞാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് എന്താ സ്പെഷ്യൽ വെച്ചാൽ ഇന്ന് ഉപ്പൻ്റെ ബർത്ത്ഡേ കേട്ടോ. ഇന്ന് രാത്രിയാണ് നമ്മൾ ചെറിയൊരു സെലിബ്രേഷനൊക്കെ പ്ലാൻ ചെയ്തിരിക്കണേ. അപ്പോൾ അതിന് കുഞ്ഞ് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടുത്തെ എന്താണ് ഇവിടെ തൊട്ടുള്ള അടുത്ത് തന്നെയുള്ള ഷോപ്പൊക്കെ പോകണം. അപ്പോൾ ഇന്ന് ഞാൻ വന്നതാണ്, അതിന് വേണ്ടിയിട്ട് വന്നതാട്ടോ. പിന്നെ അനിയത്തിക്ക് മക്കളെ കാണണമെന്നൊക്കെ പറഞ്ഞപ്പോൾ നിർബന്ധിച്ചപ്പോൾ വന്നതാണ്. അപ്പോൾ എന്തായാലും പോയൊക്കെ കേട്ടോ. അപ്പോൾ കുട്ടികളെ ഉമ്മൻ്റെ അടുത്ത് അവിടെ ആക്കിയിട്ട് പോവാൻ കേട്ടോ. അപ്പോൾ ഞാനും അനിയത്തിയും കൂടിയാണ് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരിക്കണത്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് പോയൊക്കെ ഇട്ടിട്ട് എന്തൊക്കെ സംഭവിക്കാറില്ല. പിന്നെ അനിയൻ്റെ വക ചെറിയ കേക്കൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും പോയൊക്കെ ഇട്ടിട്ടോ. ഞങ്ങളെ സ്കൂള് ഓർമ്മകളും ഇവിടെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് സ്കൂൾ എപ്പോഴും എല്ലാ പ്രാവശ്യം വരുമ്പോഴും കാണും കേട്ടോ. അതുകൊണ്ട് അത്രയും വിട്ട് ഒരു ഫീലില്ല. പക്ഷെ എന്നാലും ഗ്രൗണ്ടിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ആ പഴയ ഓർമ്മകളൊക്കെ വരും കേട്ടോ. ഇപ്പം ഇവിടെ എത്താനായി. അപ്പോൾ ഗൈസ്, ഗിഫ്റ്റൊക്കെ സെറ്റായിക്കണം കേട്ടോ. ചെറിയൊരു ചെരുപ്പും കൂടി വാങ്ങിച്ചു. അപ്പോൾ അത് എടുത്തിട്ടില്ല, ചാർജ് കുറവേനെ. ഇപ്പോൾ എടുക്കാൻ പറ്റുമോയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല മഴക്കാരൊക്കെ വരുന്നത്. അപ്പോൾ ഇന്ന് രാത്രി ഇനി ഇത് ചിലപ്പോൾ ഒന്ന് പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. ചെരുപ്പ് ഞങ്ങൾ റാപ്പ് ചെയ്യിപ്പിച്ചിരിക്കണം. ഇനി ഡ്രസ്സൊന്ന് റാപ്പ് ചെയ്യണം. പിന്നെ എങ്ങനെയൊക്കെ സെറ്റിങ്സൊന്നും അറിയില്ല, നോക്കട്ടെ. എന്തായാലും ബാക്കി കണ്ട് അറിയാം. ബേബീസ് ഇനി അലമ്പാക്കുണ്ടോയെന്ന് അറിയില്ല. ഞങ്ങളിപ്പോൾ പോയിട്ടൊരു 1 മണിക്കൂർ ഒക്കെ ആയിണ്ടാവില്ലേ. ഇവിടെ തന്നെയാണ് നമ്മളെ ഫ്രണ്ടിലുള്ള ആലിഞ്ചോട് അങ്ങാടിയിൽ നിന്ന് തന്നെ കേട്ടോ അതൊക്കെ ഒപ്പിച്ചത്. ചെമ്മട്ടേക്ക് മക്കളൊക്കെ ആക്കിയിട്ട് പോകണ്ടെന്ന് കരുതി. അപ്പം എന്തായാലും സെറ്റാക്കട്ടെ. ഹലോ, അപ്പോൾ ഗൈസ്, ഇപ്പോൾ സമയം 8 മണിയൊക്കെ ആയി. നമ്മൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ബോക്സിലൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്യാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ ചെരുപ്പ് നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ റാപ്പ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതിവിടെ ഓൾറെഡി സെറ്റാണ്. അപ്പോൾ ഇനി ഇത് ഞാനിതിൽ കാണിച്ചിട്ടില്ല, ഇനി ഇപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അനിയത്തി ഇവിടെ ഇരിക്കുന്നുണ്ട്, മറ്റേ അനിയത്തി ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ബോക്സ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മുമ്പ് ഇവർക്ക് കിട്ടിയ ബോക്സിന്. അപ്പോൾ നമ്മളത് ഇവിടെ എടുത്ത് വെച്ചതേന് കേട്ടോ. അപ്പോൾ അതിൽ തന്നെയാണ് ഇപ്പോഴും സെറ്റ് ചെയ്യണത്. പിന്നെ അനുബേബി ടാറ്റ എടുത്താണ്. ടാറ്റ ആ ചേച്ചാ. ഞങ്ങൾ വാവു മാറിയിട്ടില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റ് സെറ്റാക്കണത് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഉപ്പൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. അതാണ് ഷർട്ട്. നമ്മൾ ബ്ലാക്കിൽ പ്രിൻ്റായിട്ടുള്ള, ബ്ലാക്ക് അല്ല, ആ ഒരു ബ്ലാക്ക് അതിൽ പ്രിൻ്റായിട്ടുള്ള ഷർട്ടും പിന്നെ ഇതാ ഒരു പാൻറ്റും. നമ്മുടെ ഈ ആദിവാസി ലാസ്റ്റിക്കൊക്കെ വരുന്ന ടൈപ്പ് പാൻറ്റ് ഇട്ടിട്ട്. ഇത് ഞാനും അനിയത്തിയും കൂടെ ഇട്ടെ, ഞങ്ങൾ രണ്ടാളും കൂടെയാണ് സെറ്റ് ആക്കിയത്. പിന്നെ ഒരു ടീഷർട്ടും കൂടെ ഇപ്പോൾ കൂടുതലും ടീഷർട്ടാണ് യൂസ് ചെയ്യുക. നമ്മൾ ഒരു ടീഷർട്ടും കൂടെ എടുത്തു. പിന്നെ ആ ചപ്പൽ, പിന്നെ ഉമ്മാൻ്റെ വക ഒരു ടീഷർട്ടും കൂടി എടുത്തിട്ടുണ്ട്. ഒരു ബോക്സ് വാങ്ങിക്കൂടെ ഉമ്മുവാ.
പൈസ ഒന്നൂടെ. അപ്പം നമ്മൾ ബോക്സൊക്കെ സെറ്റാക്കണ ആള്. കുട്ടി ഇപ്പോൾ സമയം ഏകദേശം 11:45 ആയിട്ടോ. ഉപ്പമ്മി കിടക്കാൻ വേണ്ടിയിട്ട് മുകൾക്ക് പോയിന്. അപ്പോൾ ഞാനും അനിയനുണ്ട്, പിന്നെ അനിയത്തിയുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ചെറുതായിട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഒരാളിവിടെ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഇനി ഇവിടെ ഒന്ന് ചെറുതായിട്ട് സെറ്റ് ചെയ്യണം. ഗിഫ്റ്റ് സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണം. ചെറിയൊരു സെറ്റപ്പൊക്കെ നടത്തട്ടെ. അസിമോളൊക്കെ ഉറങ്ങി, അന്നും അതിനും ഒക്കെ ഉറങ്ങിയിരിക്കട്ടോ. അപ്പോൾ ഇവിടെയാണ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്തായാലും ചെറുതായിട്ടൊന്ന് സെറ്റാക്കിയിട്ട് ഓരൊപ്പം കിടക്കാൻ പോയിട്ടുള്ളൂ. ചിലപ്പോൾ നമ്മളിവിടെ സൗണ്ട് കേട്ടിട്ടാണ് ഓരോ എണീക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് സെറ്റാക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് സെറ്റപ്പ് ഇട്ടത്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പാനെ വിളിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഇപ്പാനോട് പറയും പുറത്തുനിന്ന് എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട് അറിയാണ്ട് ഇപ്പാനെ വിളിക്കാൻ പോകണത്. അപ്പോൾ ഇതാ മറ്റേ മിസ്സിനൊക്കെ വിളിച്ചുകൊണ്ട് നിൽക്കണേ. അപ്പോൾ ഇനി നമുക്ക് സിമോളൊക്കെ ഫുൾ ഓണായിട്ടാണ്. സിമോളെ വിളിച്ചിട്ടാണ് നീല. അപ്പോൾ നമുക്ക് ഇനി ഇപ്പാനെ വിളിച്ചേക്കാം. ആദ്യം ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് മറ്റേ അവിടെ സോഫ വരുന്നതാണ് കിച്ചു ഇവിടെ ഇപ്പോൾ വരുമ്പോൾ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് അറിയാണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് അങ്ങോട്ട് ഇപ്പാനും കൂടെയാണ് പോലും താഴത്ത് കിടക്കാറുണ്ട്. ഞങ്ങൾ മേലേക്ക് കിടക്കാൻ നാളെ കിടന്നോളി ഞങ്ങൾക്ക് ഇവിടെ കിടക്കണം അറിയാണ്ട് പറഞ്ഞയച്ചു. അപ്പോൾ ഗൈസ് ഞങ്ങൾ ചെറുതായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടോ. വലിയ സംഭവിച്ചൊന്നുമില്ല. അപ്പോൾ ഇനി പോലെ വിളിക്കാം ഒക്കെ ഇവിടെ സെറ്റാണ്. മറ്റേ വെച്ച് എടുക്കുന്നുണ്ട്. കുട്ടികളൊക്കെ എല്ലാം ഉറക്കത്തിലാട്ടോ. അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ സമയം 11:55 അപ്പോൾ നമുക്ക് വേഗം സെറ്റാക്കാം. അപ്പോൾ ലൈറ്റ് ഓഫ് ആക്കിക്കോ. അപ്പോൾ ഇവൾ വിളിക്കാൻ പോവാൻ കേട്ടോ. ലൈറ്റൊക്കെ ഓഫ് ചെയ്യും. അപ്പോൾ ഗൈസ് നമ്മൾ ഉപ്പച്ചിക്ക് ഉമ്മാൻ്റെ ഫോൺ കണ്ട് വിളിക്കുന്നത് റിങ്ങിങ് ചെയ്യുന്നുണ്ട്. സ്പീക്കറിലടി
ഹലോ 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 ഇങ്ങോട്ട് വരെ ഇവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട് പുറത്തുനിന്ന്. ഹലോ ഹലോ ഇപ്പം ഇവിടെ എത്തിയിട്ടാ. പക്ഷെ ഷോക്കായത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാ. അപ്പം കള്ളന് പിടിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ കളർ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ ഷർട്ട് ഇടാത്തതുകൊണ്ട് ഇനിയിട്ട് ഞാൻ ഓഫാക്കി. ഇനിയിപ്പോൾ അത് പബ്ലിക്കാക്കണ്ട വിചാരിച്ചിട്ട്. അപ്പം ഇനി ഇപ്പം ഡ്രസ്സ് ഇടാൻ ഷർട്ട് ഇട്ടിട്ട് വരും. അപ്പോൾ ഉറക്കത്തിൻ്റെ തടവ് മാറ്റാൻ വേണ്ടി മോക്കൊക്കെ കേട്ടോ. അപ്പോൾ അത് ഇപ്പോഴും പരാതി ഞങ്ങൾ സർപ്രൈസ് ഒന്നും തരുന്നില്ല. നീ വരാതില്ലേ? സർപ്രൈസ് ആയ കള്ളനെ പിടിക്കാൻ വന്നതാണ്. ഓർക്കിന് ഞങ്ങൾ വിളിച്ചു ഓർമ്മയോടത്തുനിന്ന് വിളിച്ച് ഉണർത്തി കൊണ്ടുവന്ന് ഇരുത്തിയതാണ്. ഈ മോൻ്റെ ബർത്ത്ഡേക്ക് വല്ലാതെ കഴിക്കണ്ട വിചാരിച്ച്. അതൊന്നും എടുക്കരുത് ഇപ്പൊ. ഏറ്റവും പോയിക്കട്ടെ വാ പനെടുത്ത് പോയിക്ക്. എനിക്ക് കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോയതൊക്കെ അത് നിങ്ങൾക്ക് സൂചന എന്തേന്ന് തോന്നിയ സത്യം പറഞ്ഞോ? ഇമ്മ ഒച്ചപ്പാട് എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ പാഞ്ഞു വന്ന അതുകൊണ്ടാണ്. അല്ലെ ഞാൻ നീച്ചു വരുമോ? ഇത് പൈനാപ്പിൾ ജ്യൂസ്, ഇത് ചോക്ലേറ്റ് ജ്യൂസ്. കേക്ക് എങ്ങനെയുണ്ട്? കേക്ക് നിങ്ങളെ മോൻ്റെ വകട്ടാ. അതിനാണോ നേരത്തെ കോൾ ചെയ്തിരുന്നു വെച്ച് ഞാൻ എടുക്കാൻ പോകുന്നു കേക്ക്. പക്ഷെ പോയിട്ടില്ല. അപ്പോൾ ജേസലൊക്കെ കൊണ്ടുവന്നു എണീച്ച് ഭയങ്കര സ്റ്റൈലായിക്കൊണ്ട് നിൽക്കട്ടെ. കണ്ണോക്കട്ടെ. കണ്ണ് നല്ല ആങ്ങളെയും പെങ്ങളും കൂടി അടി ഉണ്ടായതാണ്. കണ്ണ് കണ്ടു ചോദിച്ചില്ല കണ്ണിന് എന്താന്ന്. ഉറങ്ങിയ ആളാണ്. ഇത് സെറ്റ് ചെയ്യുമ്പോൾ സോഫമ്മ കിടന്ന് തൂങ്ങുകയാണ്. റെഡിയായി വന്ന് ബാ നീ കേക്ക് കുറിക്കല്ലേ?
ഇപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ? അടിപൊളി. സർപ്രൈസ് ആയ ശരിക്കും? നെറ്റിപ്പോയി കള്ളന് പറഞ്ഞാണ്ട് ഉറക്കത്തിന് വിളിച്ചു കൊടുത്തങ്ങാണ്ട് സർപ്രൈസ്. നിങ്ങൾ മേലൊക്കെ എടുക്കാൻ പോവാൻ വേണ്ടി കാത്തിരിക്കണി ഞങ്ങൾ ഇങ്ങനെ. നിങ്ങളറിയാൻ പോണില്ല. മേലെ പോവാറ് ഇവിടെ ഒടുക്കത്തെ സ്നേഹം. റൂമ് കിടക്കാം. അപ്പോൾ ഗൈസ് നമ്മളെ ഇന്നത്തെ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യട്ടെ. അപ്പോൾ ഇപ്പം നല്ല ഹാപ്പിയാണ്. ഇപ്പോൾ നമ്മൾ സെറ്റ്. ഇനി നമുക്ക് എല്ലാവരും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകളൊക്കെ അറിയിക്കട്ടെ. അപ്പോൾ ബൈ. കിച്ച ഒരു ബൈ എടുത്താ, കിച്ച ഒരു ടാറ്റ.